ഒരു കടുവ തന്റെ ഇരയെ പിടിച്ചയുടൻ മുന്നിൽ തനിക്കുനേരെ തോക്കുമായി ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു വേട്ടക്കാരനെ കണ്ടു. പക്ഷേ കടുവ ഒട്ടും കൂസലില്ലാതെ ആ വേട്ടക്കാരന് നേരെ ചാർജ് ചെയ്തു. വേട്ടക്കാരൻ വേഗത്തിൽ ട്രിഗർ വലിച്ചു. പക്ഷേ ഒരു ജീവൻ രക്ഷിക്കാനായി പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൊന്നും കൊള്ളാതെ അയാൾ ശ്രദ്ധിച്ചു. 2 കുഞ്ഞുങ്ങൾക്ക് അവരുടെ അമ്മയെ നഷ്ടപ്പെടാൻ അയാൾ ആഗ്രഹിച്ചില്ല. കടുവ എഴുന്നേൽക്കാൻ പാടുപെട്ടു. തന്റെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ ശ്രമിച്ചു. പക്ഷേ പ്രതീക്ഷിക്കാത്ത രണ്ടാമതൊരു വെടി ശബ്ദം അവളുടെ ജീവനെടുത്തു. കുഞ്ഞുങ്ങൾ തങ്ങളുടെ വീണുപോയ അമ്മയുടെ അടുത്തേക്ക് ഓടി. അവരിൽ ഒരാൾ, ഒറ്റക്കണ്ണുള്ള കടുവക്കുട്ടി, വേട്ടക്കാരന് നേരെ പല്ലിടിച്ചു. അപ്പോഴാണ് മറ്റൊരു വേട്ടക്കാരൻ അവിടെ എത്തിയത്. ആ രണ്ടാമത്തെ വെടിവെച്ചത് അയാളാണെന്ന് മനസ്സിലായി. അയാൾ തന്റെ തോക്ക് ഉയർത്തി കുഞ്ഞുങ്ങളെയും കൊല്ലാൻ തയ്യാറായി. എന്നാൽ ആദ്യത്തെ വേട്ടക്കാരൻ കൃത്യസമയത്ത് അവനെ തടഞ്ഞു. മതി, അയാൾ പറഞ്ഞു. അവർ ജീവിക്കണമോ മരിക്കണമോ എന്ന് ഈ മല തീരുമാനിക്കട്ടെ. രണ്ടാമത്തെ വേട്ടക്കാരൻ ആദ്യം സമ്മതിച്ചില്ല. പക്ഷേ ആദ്യത്തെയാൾ ഒരു അച്ഛൻ കൂടിയായിരുന്നതിനാൽ അയാളെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. അയാൾ 2 കടുവക്കുട്ടികളെയും എടുത്ത് മറ്റു വന്യമൃഗങ്ങളിൽ നിന്ന് സുരക്ഷിതമായിരിക്കാൻ അവർക്കായി ഒരു ഗുഹ കണ്ടെത്തി. അടുത്ത ദിവസങ്ങളിൽ വേട്ടക്കാരൻ എല്ലാ ദിവസവും കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം നൽകാൻ പുതിയ മാംസം കൊണ്ടുവന്നു. താമസിയാതെ ആ ശൈത്യകാലം കഴിഞ്ഞു. വേട്ടക്കാരൻ കുഞ്ഞുങ്ങളെ അന്വേഷിച്ച് തിരികെ വന്നു. എന്നാൽ അയാളെ ഞെട്ടിച്ചുകൊണ്ട് ഗുഹയിൽ ഒറ്റക്കണ്ണുള്ള കടുവക്കുട്ടിയുടെ സഹോദരന്റെ ശരീരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒറ്റക്കണ്ണുള്ള കടുവക്കുട്ടി അവിടെ ഉണ്ടായിരുന്നില്ല. വർഷങ്ങൾക്കിപ്പുറം ജീവനോടെ രക്ഷപ്പെട്ട ആ കടുവക്കുട്ടി, മലയുടെ പ്രഭു, വായി തിരിച്ചെത്തുമെന്ന് ആ വേട്ടക്കാരൻ അറിഞ്ഞിരുന്നില്ല.